ഹൈ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് ഡേറ്റ് ജൂൺ 9. ഇന്ന് ഇൻട്രാഡേക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് കല്യാൺ ജ്വല്ലറിയാണ്. ഇതിൽ സെൽ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പേഴ്സണലി കുറച്ച് കൺഫ്യൂഷൻ തന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് 2 മണിക്കൂറേക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൽ എൻട്രി. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് കൺഫ്യൂസ്ഡ് ആയ ദിവസമായിരുന്നു. ആൻഡ് ഇന്ന് സ്ക്രീനർ വഴി 1-2 സ്റ്റോക്കുകൾ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സ്റ്റോക്കുകളിലൊന്നും, ഒന്നാമത്തെ ഈ ഒരു സ്റ്റോക്കിൽ മാക്സ് ലൈഫിൽ ഞാനിതിൽ ബൈ എൻട്രി ആണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇനീഷ്യൽ പ്രൈസ് ആക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓൾസോ കഴിഞ്ഞ ദിവസം വലിയൊരു മൂവ്മെൻറ്റ് നടത്തി, പിന്നെ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇന്നത്തെ ഓപ്പണിങ്ങും ആ ഒരു പ്രൈസ് ആക്ഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് വേണ്ടാന്ന് വെക്കുവാണ് ആ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷേ അത് കറക്റ്റായിട്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡ് മിസ് ചെയ്തു. പിന്നെ ഞാൻ അതിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് കിട്ടിയൊരു സ്റ്റോക്ക് പവർ ഗ്രിഡ് ആയിരുന്നു. ഇവിടെ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തൊരു സ്റ്റോക്കാണ്. അതായത് വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട്. പക്ഷേ ഓപ്പണിങ്ങിൽ വലിയ ശക്തമായിട്ടുള്ള ഗ്രിഡ് ക്യാനിൽ വന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പിന്നെ മാനുവലി കുറച്ച് സ്റ്റോക്കുകൾ നോക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു സ്റ്റോക്ക് കല്യാൺ ജ്വല്ലറി എനിക്ക് കിട്ടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫാൾ ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. അതായത് ഏകദേശം ഈ ഒരു ട്രാപ്പ് മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിംഗ് ഹൈൻ്റെ മുകളിൽ കല്യാൺ ജ്വല്ലറി ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നീട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ആണ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു ട്രാപ്പ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തി. ആൻഡ് ഏകദേശം ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. പോസിബിളി ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫാള് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈവൻ നിഫ്റ്റി കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് എപ്പോഴും മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക, നിങ്ങൾ ഏത് ട്രേഡ് എടുത്താലും. ഓക്കെ, അപ്പം സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഏകദേശം ഒരു 3 to 4 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ടാർഗറ്റ് 1:2 ആണ് എൻ്റെ ഇനീഷ്യൽ പ്ലാൻ. ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണ്, എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ എവിടെയാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നുള്ളത്. വെയിറ്റിംഗ് ഇതൊരു ഹൈ പ്രോബബിലിറ്റി A+ സെറ്റപ്പ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിരിക്കുന്ന ട്രേഡ് പോലെയല്ല, ഇവിടെ ചെറിയൊരു ഗ്രേഡ് A സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നോക്കാം, എങ്ങനെയായാലും ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. ചെറിയൊരു പ്രോഫിറ്റാണ് കല്യാൺ ജ്വല്ലറിയിൽ ഇപ്പം നടക്കുന്നത്. ഇവിടെയാണ് എൻട്രി എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് താഴോട്ടൊന്ന് പോയി പ്രീവിയസ് ഡേ ലോ പോയിന്റിൽ ഒരു സപ്പോർട്ട് എടുത്ത് ചെറിയ രീതിയിലൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയില്ല ഈ ഒരു ട്രേഡിൽ. പിന്നെ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് കൂടി നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിലും ചെറിയൊരു റിക്കവറി എന്ന രീതിയിൽ നിഫ്റ്റി ഇനീഷ്യലി ഒരു സെല്ലിംഗ് മൊമെൻറ്റം കാണിച്ചിട്ട് പിന്നീട് ഒരു ഷാർപ്പ് റിക്കവറി മോഡിലോട്ട് വന്നിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ട്രേഡിൽ അധികം നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. റൈറ്റ്, കാരണം ഈ ഒരു കല്യാൺ ജ്വല്ലറി നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്ന് പ്രീവിയസ് ഡേ ലോ പോയിന്റ് അവിടെയാണ് ഇപ്പം സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പം മേ ബി ഒരു റിവേഴ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, അതായത് ഒരു പ്രീവിയസ് ഡേ ലോ പോയിന്റ്. പക്ഷേ അവിടെ എക്സാക്ട്ലി സപ്പോർട്ട് എടുത്തു മാർക്കറ്റ്, ഈ ഒരു ലെവൽ എക്സാക്ട്ലി സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വന്നിട്ടുണ്ട്. റൈറ്റ്, സോ പിന്നെ അത് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയൊരു ലോസിലാണുള്ളത്. ബുക്ക് ചെയ്ത് മാറാം. നല്ല ദിവസങ്ങൾ, നല്ല ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നല്ല ട്രേഡുകൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, അപ്പോൾ ഞാൻ മോർണിംഗിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത സ്റ്റോക്കുകൾ, അപ്പം അത് ട്രേഡ് എടുക്കാതിരുന്നത് ഒരു നല്ലൊരു ഡിസിഷനാണ്. അത് ഇനി ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി. അതായത് നിങ്ങൾ ഇനി ചെയ്യുന്ന സമയത്ത് വാച്ച് ലിസ്റ്റിൽ സ്റ്റോക്കിൽ ആഡ് ചെയ്തു, അപ്പോൾ ഇതുപോലുള്ള വലിയ സ്ട്രോങ് റെഡ് ക്യാൻഡിലൊക്കെ വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഡയറക്റ്റ്ലി ബൈ എൻട്രി എടുക്കാതിരിക്കാം. കാരണം അതൊരു റോങ് എൻട്രി മെത്തേഡാണ്. നമ്മളെപ്പോഴും ട്രെൻഡ് ഫോളോ അനുസരിച്ചിട്ട് അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ക്യാൻഡിലൊക്കെ വരുന്ന സമയത്ത് എൻട്രികൾ കൺസിഡർ ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ലോവർ ലെവലിലൊക്കെ ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി താഴോട്ട് തന്നെ പോകും. റൈറ്റ്, അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ, അങ്ങനെയുള്ള ഓപ്പൺ പ്രൈസ് റിയാക്ഷനൊക്കെ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ മാക്സ് ലൈഫ് ആക്ച്വലി എനിക്ക് ട്രേഡ് മാക്സ് ഹെൽത്ത് ലൈഫ് പ്ലാൻ ചെയ്താണ്. ഏകദേശം ഈ ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളത്. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അപ്സൈഡിലോട്ട് പോയി, പിന്നെ ഞാനത് അവോയ്ഡ് ചെയ്തു. അതിനുശേഷമാണ് കല്യാൺ ജ്വല്ലറിയിൽ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കോസ്റ്റ് റണ്ണിങ്ങിലാണ്. ഞാൻ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുവാണ്. എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ ഒന്ന്, ചെറിയ റിക്കവറി മോഡ് കാണിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് ഞാൻ. സോ അതുകൊണ്ട് ഇനി കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. റൈറ്റ്,
ദെൻ ഒരു മിസ്റ്റേക്ക് ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്തത് കല്യാൺ ജ്വല്ലറി എൻട്രി എടുക്കാമായിരുന്നു, കുറച്ച് ഏർലി എൻട്രി എടുക്കാമായിരുന്നു. അതായത് ഈ ഒരു സ്വിങ് ഹൈ പോയിന്റ് ബ്രേക്ക് ഔട്ട് നടത്തി ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ താഴെ വരുന്ന സമയത്ത് എൻട്രി എടുക്കാമായിരുന്നേനെ. ഏകദേശം ഈ ഒരു പോയിന്റിൽ സെൽ എൻട്രി എടുക്കാമായിരുന്നേനെ. അത് കുറച്ചുകൂടി ബെറ്റർ എൻട്രി ആയിരുന്നേനെ, അതൊരു സ്മാർട്ട് എൻട്രി ആയിരുന്നേനെ. പക്ഷേ ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ട്രേഡ് കൺസിഡർ ചെയ്തത്. സോ മേ ബി ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ്ഡ് എൻട്രി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, മേ ബി അതൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡില്ല, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.